യുവജനങ്ങളെ വാർത്തെടുക്കുന്ന സൈനിക സ്കൂളുകളുടെ നടത്തിപ്പും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ. അദാനി ഗ്രൂപ്പിന് സൈനിക സ്കൂൾ നടത്താൻ കേന്ദ്ര സർക്കാർ അധികാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അദാനി വേൾഡ് സ്കൂളിനാണ് അംഗീകാരം. നെല്ലൂർ ജില്ലയിലെ കൃഷ്ണപട്ടണം തുറമുഖത്തിന് സമീപമാണ് അദാനി സ്കൂൾ പ്രവർത്തിക്കുന്നത്. അദാനി ഗ്രൂപ്പാണ് ഈ തുറമുഖവും നിയന്ത്രിക്കുന്നത്. അദാനി കമ്മ്യൂണിറ്റി എംപവർമെന്റ് ഫൗണ്ടേഷന് കീഴിലാണ് സ്കൂളിന്റെ പ്രവർത്തനം. ഗൗതം അദാനിയുടെ ഭാര്യ പ്രീതി അദാനിയാണ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ. സൈന്യത്തെ സംഘപരിവാർവൽക്കരിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട്. സൈന്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആശങ്കയും ശക്തമാണ്. സൈനിക സ്കൂളിന്റെ നടത്തിപ്പ് അവകാശം ലഭിച്ചതോടെ വലിയ സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് അദാനി ഗ്രൂപ്പിന് ലഭിക്കും. വർഷം 10 ലക്ഷം രൂപ വീതം പരിശീലന ഗ്രാന്റ് സ്കൂളിന് നൽകും. വിദ്യാർത്ഥികളുടെ വാർഷിക ഫീസിൽ 50% സർക്കാർ വഹിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം സ്കൂളുകൾക്ക് 1.2 കോടി രൂപ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കും. ഇതിനു പുറമെ വാർഷിക ഫീസായി 2.5 ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികളിൽ നിന്ന് സ്കൂളുകൾ വാങ്ങുന്നുണ്ട്. 2021 സൈനിക സ്കൂൾ നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.